നമുക്കറിയാം മോറിയയിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചു, ഇസഹാക്കിനെ വിളിച്ചു. ആമേ, ബലി കഴിക്കാനായിട്ട് കുഞ്ഞിനെ കൊണ്ടുവരികയാണ്. അബ്രഹാം യാഗം കഴിക്കാൻ പോവുകയാണ്. സ്തോത്രം. ആമേ, നമുക്കറിയാം ദൈവം അബ്രഹാമിൻ്റെ കുഞ്ഞിനെ കൊല്ലുന്നത് കാണാനോ, അബ്രഹാമിൻ്റെ കയ്യിൽ രക്തം പുരട്ടിക്കുന്നത് കാണാനോ, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ പൊട്ടിക്കരച്ചിൽ കേൾക്കാനോ, അതല്ലെങ്കിൽ ആ കൊച്ചിനെ കത്തിച്ചതിനെ പുക ആസ്വദിക്കാനോ ദൈവം വേണ്ടിയല്ല ദൈവം കുഞ്ഞിനെ ആവശ്യപ്പെട്ടത്. മോറിയയിൽ കൊണ്ടുവന്നിട്ട് കുഞ്ഞിനെ ബലിപീഠത്തിൽ കിടത്തിയിട്ട് കത്തുയർത്തി കുഞ്ഞിനെ കുത്തിക്കൊല്ലുവാൻ നോക്കുമ്പോൾ ദൈവം അബ്രഹാം പറഞ്ഞു, കുഞ്ഞിൻ്റെ മേൽ കൈ വെക്കരുത് അബ്രഹാമേ എന്ന് പറഞ്ഞു. സ്തോത്രം. അർത്ഥം അറിയോ? അബ്രഹാമേ, നീ കൊച്ചിൻ്റെ മേൽ കത്തി ഇറക്കുന്നതിന് മുമ്പ് അതിന് മുമ്പ് തന്നെ നിൻ്റെ തീരുമാനം അവനെ കൊന്നു കഴിഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിൻ്റെ തീരുമാനം ഞാൻ കണ്ടു, നിൻ്റെ മനസ്സ് ഞാൻ കണ്ടു. നീ കുഞ്ഞിൻ്റെ മേൽ കൈ വെക്കരുത്. അബ്രഹാമേ, നിന്നെ കുഞ്ഞിനെ ബലിപീഠത്തിൽ കൊണ്ടുവന്ന് ബലി കഴിക്കാൻ ആവശ്യപ്പെടാനുള്ള കാരണം നിൻ്റെ കൊച്ചിൻ്റെ രക്തം കുടിക്കാൻ ആഗ്രഹം കൊണ്ടല്ല, നിൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാനുള്ള ദാഹം കൊണ്ടുമല്ല ഞാൻ ആ കുഞ്ഞിനെ ബലിപീഠത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞത്. എനിക്കതൊന്നുമല്ല വിഷയം. എനിക്ക് വിഷയം മറ്റൊന്നാണ്. എനിക്കിവിടെ ഒന്ന് തെളിയിക്കണം. നീ ഒരു കാര്യം തെളിയിക്കണം. എന്താണെന്നറിയോ? നിൻ്റെ ജീവിതത്തിൽ ഞാൻ പണ്ടും ഇപ്പോഴും നോക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ കുഴപ്പം? അബ്രഹാമേ, കുഞ്ഞിനെ കിട്ടുന്നതിന് മുമ്പ് അധികം നിന്നെ എനിക്ക് അടുത്ത് കിട്ടുമായിരുന്നു. സ്തോത്രം. നിനക്ക് ഈ തലമുറയാകുന്ന ഇസഹാക്കാകുന്ന നന്മയെ കിട്ടുന്നതിന് മുമ്പ് എനിക്ക് നിന്നെ ഒരുപാട് അടുത്ത് നിന്നെ കിട്ടുമായിരുന്നു. ഒത്തിരി സമയം എനിക്ക് നിന്നെ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോഴെന്താ സംഭവിച്ചെന്നറിയോ? അബ്രഹാമേ, നിനക്ക് ഈ കുഞ്ഞിനെ കിട്ടിയേ പിന്നെ പലപ്പോഴും എനിക്ക് പണ്ട് നിന്നെ കിട്ടുന്നത് പോലെ ഇപ്പം കിട്ടുന്നില്ലെന്നൊരു തോന്നൽ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിച്ചതും അനുസരിച്ചതും ദൈവത്തിൻ്റെ വാക്ക് കേട്ടതും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നടന്ന പല കാര്യങ്ങളും എന്തൊക്കെയോ നന്മ കിട്ടിയപ്പോൾ, ഉയർച്ച കിട്ടിയപ്പോൾ അതേപോലെ ദൈവത്തിന് ഇപ്പം കിട്ടുന്നില്ലെന്നൊരു തോന്നൽ.